Hello, I'm Dr. Anita Joseph, Fetal Lounge, Kottayam. Let me talk to you about growth scans today. നിങ്ങളുടെ 3-ാം മാസത്തെ സ്കാനും 5-ാം മാസത്തെ സ്കാൻ കഴിഞ്ഞിട്ട് ഡോക്ടേഴ്സിന് അറിയേണ്ടത് കുഞ്ഞ് നല്ല രീതിയിൽ വളരുന്നുണ്ടോ, വെയിറ്റ് വെക്കുന്നുണ്ടോ എന്നൊക്കെയാണ്. അതിനാണ് നമ്മൾ ഗ്രോത്ത് സ്കാൻസ് ചെയ്യുന്നത്. സാധാരണ ഒരു 26-28 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു സ്കാനല്ല, ഫ്രീക്വൻ്റ്ലി നമുക്ക് ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. ഇതിൽ നമ്മൾ നോക്കുന്നത് കുഞ്ഞിൻ്റെ വെയിറ്റ് എങ്ങനെയുണ്ട്, കുഞ്ഞിന് ചുറ്റുമുള്ള ഫ്ലൂയിഡ് എങ്ങനെയുണ്ട്, കുഞ്ഞിൻ്റെ മൂവ്മെൻറ്റ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെയാണ്. ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് വി ആഡ് ഓൺ ഡോപ്ലർ. ഡോപ്ലർ എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ സർക്കുലേഷൻ സ്റ്റഡി ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. കുഞ്ഞിൻ്റെ ബ്രെയിനിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ, പ്ലാസൻറ്റയിൽ നിന്ന് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ, യൂട്രസ് നിന്ന് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ, ഇതൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോപ്ലർ ഉപയോഗിക്കാം. എല്ലാം കൂട്ടി നമുക്കൊരു കിട്ടുന്ന വിവരം വെച്ചാണ് നമ്മൾ കുഞ്ഞ് ഹെൽത്തി ആണോ, കുഞ്ഞിന് ആവശ്യത്തിന് വളരാൻ പറ്റുന്നുണ്ടോ, ആവശ്യത്തിന് ന്യൂട്രീഷൻ കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നത്. ഈ സ്കാൻസ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ പേഷ്യൻസിന് വരുന്ന കൺസേൺ ഇതാ, ഇത്ര ഫ്രീക്വൻ്റ്ലി സ്കാൻസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണോ? യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ദാറ്റ്. അൾട്രാസൗണ്ട് ഇസ് സേഫ്. സോ ഹൗ ഫ്രീക്വൻ്റ്ലി ഷുഡ് വി ഡു ഗ്രോത്ത് സ്കാൻ? അത് ഡിപ്പെൻഡ് ചെയ്യും. ഓരോ കേസിൽ നമ്മുടെ ഫ്രീക്വൻസി വേരി ചെയ്യും. എല്ലാം നോർമലി നടക്കുവാണെങ്കിൽ സാധാരണ 2 or 3 മാക്സിമം ഗ്രോത്ത് സ്കാൻസ്. എന്നാൽ ചിലർക്ക് ഗ്രോത്തിൽ കുറച്ചൊരു ലാഗ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ഒന്നുകൂടി അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു എല്ലാ വീക്കും ചെയ്യാറുണ്ട്. ചില കേസസിൽ ചിലപ്പോൾ 2 വീക്ക്ലി, ചിലപ്പോൾ 3 വീക്ക്ലി. സോ ദർ ഇസ് നോ കട്ട് ഓഫ്. ഇത്ര സ്കാൻസേ ചെയ്യാൻ പാടുള്ളൂന്നോ ഇത്ര സ്കാൻസ് ചെയ്തിരിക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ growth scans is done towards the end of the pregnancy, and that is used to assess baby's weight and the general well-being of the baby.